വീണ്ടെടുപ്പിന്റെ മഹോത്സവത്തിൽ കണ്ണിചേരാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. സിനോജ് തോമസ്, വയനാടിനെ വീണ്ടെടുക്കുക എന്നത് ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യത്തിനൊപ്പം ഒരു മാധ്യമം എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ ഉണ്ടാകുമെന്നുള്ളത് ടൗൺഷിപ്പ് എന്ന പ്രപ്പോസൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ വെളിപ്പെടുത്തിയതാണ്. അത് സർക്കാരിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുമുണ്ട്. അതിന്റെ രണ്ടാം ഘട്ടമായി നമ്മൾ വയനാട്ടിലേക്ക് സുമനസ്സുകൾ കണ്ണിചേർന്നെത്തുന്ന ഒരു സ്നേഹച്ചങ്ങലയ്ക്ക് നാളെ തുടക്കമിടുകയല്ലേ? എങ്ങനെയൊക്കെയാണ് പരിപാടികൾ സിനോജ്? സുജയ പാർവതി, വയനാടിനെ വീണ്ടെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ നാടിനെ ശ്രമങ്ങൾക്കൊപ്പം നമ്മളും റിപ്പോർട്ടർ ടിവിയും കൈകോർക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഘട്ട ശ്രമങ്ങളാണ് നാളെ ആരംഭിക്കുന്നത്. രാവിലെ കൃത്യം 7 മണിക്ക് വയനാട് ഗേറ്റായ ലക്കിടിയിൽ നിന്നാണ് ഈ മഹാവാഹന റാലി ആരംഭിക്കുന്നത്. അതിജീവനം മാത്രമല്ല, ഉപജീവനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് റിപ്പോർട്ടർ ടിവി ഈ മഹാവാഹന റാലി സംഘടിപ്പിക്കുന്നത്. രാവിലെ ആരംഭിക്കുന്ന റാലി ജില്ലയുടെ വിവിധ സ്ഥലങ്ങൾ വഴി കടന്നു പോകുന്നു. ഒപ്പം 19ലധികം സംഘടനകൾ നമുക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് 100ലധികം ആളുകൾ വിവിധ കേന്ദ്രങ്ങളിൽ ഈ റാലിയുടെ ഭാഗമാകുന്നു. വൈത്തിരി, ചുണ്ടേൽ, മേപ്പാടി പഞ്ചായത്തിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി വഴി കടന്നു പോകുന്ന മഹാവാഹന റാലി വടുവഞ്ചാൽ, അമ്പലവയൽ, ബത്തേരി, മീനങ്ങാടി, കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഉച്ചയോടുകൂടി അവസാനിക്കുന്നത്. ഓരോ മേഖലയിൽ നിന്നും അതാത് ഗ്രാമങ്ങളിലെ ആളുകൾ, വ്യാപാരികൾ, ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയിലെ ആളുകൾ, ടാക്സി ഡ്രൈവർമാർ, അവിടെയുള്ള തോട്ടം തൊഴിലാളികൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുക്കും. അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയും പരിഹാരങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ മഹാവാഹന റാലി ഇതുവഴി കടന്നു പോവുക. കാരണം ഇത് മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലയിലാണ് ഉരുൾപൊട്ടിയതെങ്കിലും അവിടെയാണ് ദുരിതമുണ്ടായെങ്കിലും വയനാടിനാകെ ഈ ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുകയാണ്. കാരണം ഉപജീവനം എല്ലായിടത്തും അടഞ്ഞുകിടക്കുകയാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ, വ്യാപാര മേഖലയിലൊക്കെ തന്നെ ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇടപെട്ടതുകൊണ്ടാണ് ബാണാസുര ടൂറിസം കേന്ദ്രമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സർക്കാർ തുറന്നു കൊടുത്തിരിക്കുന്നത്. പക്ഷേ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വയനാട്ടിൽ അടഞ്ഞു കിടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. വയനാടിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധിയായ സംഘടനകൾ നമുക്കൊപ്പം കൈകോർക്കുന്നു. അതുമാത്രമല്ല, ഈ ദുരന്ത മേഖലയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക്, 100ലധികം കുടുംബങ്ങൾക്ക് നാളെ നേരിട്ട് സഹായം എത്തിക്കുകയാണ്. റിപ്പോർട്ടർ ടിവി വഴി, സന്നദ്ധരായ ആളുകൾ വഴി 100ലധികം കുടുംബങ്ങൾക്ക് നാളെ നേരിട്ട് ഈ ദൗത്യത്തിലൂടെ സഹായം നമ്മൾ കൈമാറും. അതോടൊപ്പം തന്നെ ജീവിത മാർഗമായ വാഹനങ്ങൾ നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട്. ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ നാളെ നേരിട്ട് സഹായം റിപ്പോർട്ടർ ടിവി വഴി കൈമാറുകയാണ്. നിരവധി ആളുകൾ ഓരോ സ്ഥലത്തും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 കേന്ദ്രങ്ങളിലാണ് ഈ വാഹന റാലി കേന്ദ്രീകരിക്കുക. ആ 9 സ്ഥലങ്ങളിലും അതാത് മേഖലയിലെ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ജനപ്രതിനിധികളും മന്ത്രിമാരും ഒപ്പം തന്നെ ജില്ലയിലെ ഭരണകൂടം ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടാണ് ഈ മഹാവാഹന റാലി മുന്നോട്ട് നീങ്ങുക. കൃത്യം 7 മണിക്ക് വയനാട് ലക്കിടി ഗേറ്റിൽ നിന്ന് ആരംഭിച്ച് മുന്നോട്ട് നീങ്ങുകയും ഉച്ചയ്ക്ക് അവസാനിക്കുകയും ചെയ്യും. കാരണം നേരത്തെ തന്നെ ടൗൺഷിപ്പ് പദ്ധതി നമ്മൾ തുടക്കത്തിൽ സർക്കാരിന് മുൻപിലോട്ട് വെച്ചതാണ്. അതുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുന്നു. അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കൈ, ചുരൽമല, പുഞ്ചിരിമട്ടം മേഖലയിൽ മാത്രമല്ല, വയനാടിന്റെ എല്ലാ മേഖലയിലും വയനാടിനെ പുനർനിർമ്മിക്കുക, വയനാടിനെ വീണ്ടെടുക്കുക. തീർച്ചയായും അതിന്റെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് സിനോജ് നമ്മുടെ പ്രേക്ഷകർക്കായി അതുകൂടി ഒന്ന് പറഞ്ഞു വെക്കാം. സിനോജ് തോമസ്, നമ്മുടെ റൂട്ട് മാപ്പ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 7 മണിക്ക് ലക്കിടിയിൽ നിന്നാണ്. വിൽട്ടൺ റെസ്റ്റോറന്റിന് മുന്നിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്തിച്ചേരേണ്ടത്. വൈത്തിരി, ചുണ്ടേൽ, മേപ്പാടി, വടുവഞ്ചാൽ, അമ്പലവയൽ, ചുള്ളിയോട്, സുൽത്താൻ ബത്തേരി, മീനങ്ങാടി, കൈനാട്ടി ബൈപ്പാസ് വഴി കൽപ്പറ്റ ടൗണിലേക്ക് എത്തുന്നു. SKMJ സ്കൂൾ ഗ്രൗണ്ട് കൽപ്പറ്റയാണ് എൻഡിംഗ് പോയിന്റ്. ഇതാണ് നമ്മുടെ യാത്രയുടെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. 7 മണിക്ക് ലക്കിടിയിൽ വിൽട്ടൺ റെസ്റ്റോറന്റിന് മുന്നിലുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രിയപ്പെട്ട വയനാടുകാർ എത്തിച്ചേരേണ്ടത്. നമ്മൾ അതിജീവനത്തിന്റെ ഒരു ചങ്ങല കോർക്കുകയാണ്. ആ ചങ്ങലയിൽ ഇഴമുറിയാതെ നമുക്ക് ഓരോരുത്തർക്കും അണിനിരക്കാം. ഈ പോയിന്റുകളിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ഈ സ്നേഹയാത്രയിൽ പങ്കാളികളാകാം. സിനോജ്, ഈ സ്നേഹയാത്രയിൽ പ്രേക്ഷകർക്ക്, നാട്ടുകാർക്ക് ഒക്കെ പങ്കെടുക്കുന്നതിന്, ഈ യാത്രയ്ക്കൊപ്പം കൂടുന്നതിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് ലക്കിടി കവാടത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ ആദ്യത്തെ സ്വീകരണ കേന്ദ്രം എന്ന് പറയുന്നത് വൈത്തിരി ബസ് സ്റ്റാൻഡ് പരിസരമാണ്. അവിടുത്തെ വ്യാപാരികളും അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. അവിടുത്തെ ജനങ്ങൾക്ക് പങ്കെടുക്കാം. വയനാടിനെ സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ യാത്രയുടെ ഭാഗമാകാം. തുടർന്ന് ചുണ്ടയിൽ നിന്നാണ് ഈ ദുരന്ത മേഖലയായ മേപ്പാടി വഴിയാണ് യാത്ര കടന്നു പോകുന്നത്. മേപ്പാടിയിലും ഉള്ള ജനങ്ങൾ ഇവിടെയുള്ള ഈ റാലിയുടെ ഭാഗമായും, തുടർന്ന് വടുവഞ്ചാൽ, അമ്പലവയൽ വഴി കടന്നു പോകുന്ന ഓരോ കേന്ദ്രങ്ങളിലും അവിടുത്തെ അതാത് ജനങ്ങളും വ്യാപാരികളും ആ മേഖല കേന്ദ്രീകരിച്ച് വ്യാപാരം നടത്തുന്ന, ഉപജീവനം കണ്ടെത്തുന്ന ആളുകളൊക്കെ തന്നെ പങ്കെടുക്കും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഒപ്പം തന്നെ അവർക്ക് സഹായം എത്തിക്കാൻ സാധിക്കുന്ന ആൾക്ക് നേരിട്ട് വന്ന സഹായം നൽകാനുള്ള അവസരം കൂടിയാണ് റിപ്പോർട്ടർ ടിവി ഒരുക്കുന്നത്. നിരവധി ആളുകൾ തന്നെ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും നാളെ നേരിട്ട് ആളുകൾക്ക് എത്തിയ സഹായം
സിനോജ്, 100-ലധികം കുടുംബങ്ങൾക്ക് ഫർണിച്ചർ വിതരണം, ദുരിതബാധിതർക്ക് ഓട്ടോ, ജീപ്പ്, ടാക്സി എന്നിവയുടെ വിതരണമടക്കം ഒരു സ്നേഹച്ചങ്ങല കോർക്കുകയാണ് റിപ്പോർട്ടർ വാർത്താ സംഘം. അതിജീവനത്തിന്റെ മഹാസന്ദേശവുമായി വയനാടിനെ വീണ്ടെടുക്കാൻ റിപ്പോർട്ടർ. റീബിൽഡ് വയനാട്. കൈകോർത്തും കൈത്താങ്ങേകിയും 100-ലധികം കുടുംബങ്ങൾക്ക് ജീവിതോപാധിയാകാൻ റിപ്പോർട്ടർ ടീം നേരിട്ടെത്തുന്നു. സാമൂഹിക പ്രതിബദ്ധത മുഖമുദ്രയാക്കി ലക്കിടിയിൽ തുടങ്ങി ചുണ്ടേൽ, മേപ്പാടി, വടുവൻചാൽ, അമ്പലവയൽ, ചീരാൽ, ബത്തേരി, മീനങ്ങാടി, കൽപ്പറ്റ വരെ നീളുന്ന മഹാവാഹന റാലി. ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ വിവിധ സംഘടനകളുമായി കൈകോർത്ത് ഉപജീവനത്തിനും അതിജീവനത്തിനും വേണ്ടതെല്ലാം റിപ്പോർട്ടർ നേരിട്ടെത്തിക്കുന്നു. നമ്മുടെ നാട് വയനാട്, വീണ്ടെടുക്കാം വയനാടിനെ. നാളെ രാവിലെ 7 മണി മുതൽ തത്സമയം.